ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. മോൾക്കറിയാലോ, ഇതൊരു കുടുംബമാണ്. ഈ കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലരെയും പല വിധത്തിലാണ് ബാധിക്കുന്നത്. ഈ സമയത്ത് ഇവിടെ ഒരു ആഘോഷം നടന്നാൽ അത് പുറം ലോകം അറിയും. പിന്നെ മീഡിയക്കാർ നമ്മളെ വലിച്ചു കീറും. കമ്പനിയിലെ തൊഴിലാളികളോട് പോലും നമ്മൾ മറുപടി പറയേണ്ടി വരും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ ഇത് മാറ്റിവെക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ ഈ ചടങ്ങ് മാറ്റിവെച്ച് കിട്ടിയ പിന്നെ ജന്മത്തിൽ ഈ ചടങ്ങ് നടക്കില്ല. ചെറിയ തോതിലെങ്കിലും ചടങ്ങ് നടക്കട്ടെ. എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചല്ലേ. ആരും ആഗ്രഹിച്ചിട്ടുമില്ല, ആവശ്യപ്പെട്ടിട്ടുമില്ല. സച്ചിയുടെ അർച്ചനയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈ ചടങ്ങ് തീരുമാനിച്ചത്. അർച്ചനയുടെ പ്രഗ്നൻസി ആരംഭിച്ചപ്പോ തുടങ്ങിയതാ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ. ഇപ്പം ഫാക്ടറിയിലെ തീപിടുത്തം വരെ എത്തി കാര്യങ്ങൾ. ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാ ആർക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാ ഇതിൽ എന്തേലും ഇല്ലേന്ന് ആരെങ്കിലും സംശയം ചോദിച്ചാ ഇല്ലാന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് ഈ ചടങ്ങ് മാറ്റിവെക്കുന്നത് തന്നെയാ നല്ലത്. ആ തീരുമാനം തന്നെയാ എനിക്കുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിത് ചെയ്യുന്നത് ശരിയല്ല. നിനക്കും അർച്ചനയ്ക്കും വിഷമമുണ്ടാവും. പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടേ മതിയാകും. നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഈ ചടങ്ങ് തീരുമാനിക്കുന്നത്? അത് പറ്റില്ല. മുഹൂർത്തം നോക്കി സമയം തീരുമാനിച്ചത് ഇനി അത് മാറ്റിവെക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പേരിനെങ്കിലും ഈ ചടങ്ങ് നടത്തിയേ പറ്റൂ. താൻ സംസാരിക്കണ്ട. ആഘോഷങ്ങളെല്ലാം നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ചടങ്ങിന് വേണ്ടിയെങ്കിലും ഇത് നടത്തിയേ പറ്റൂ. എന്തിനാ ഇനി ഇതുപോലെ ദോഷങ്ങൾ വിളിച്ചു വരുത്താനാണോ? ഇപ്പൊ 3 പേരെ മരിച്ചുള്ളൂ. ഈ ചടങ്ങൂടെ കഴിഞ്ഞാൽ മരണസംഖ്യ വീണ്ടും ചിലപ്പോ ഉയരും. അതും കൂടി കാണണം എല്ലാവർക്കും. അനാവശ്യം പറയരുത്. ഞാൻ പറഞ്ഞാൽ എന്താ അനാവശ്യം? എന്റെ നന്നായിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അതിനാര് സമാധാനം പറയും? ഇനി ഇതിലൊരു തീരുമാനം എടുക്കേണ്ട അർച്ചന എന്നെ പറയട്ടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ഛന്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് ഈ ചടങ്ങ് വേണോ വേണ്ടയോന്ന്? അവൾക്ക് ഇതിൽ ഒരു അഭിപ്രായവും ഇല്ല. നിങ്ങളെല്ലാരും കൂടി അവളെ ധർമ്മസങ്കടത്തിലാക്കരുത്. സച്ചേട്ടാ, ഒന്നിങ്ങ് വന്നേ. ഞാനല്ലേ വിളിക്കുന്നേ, എന്റെ കൂടെ വാ. സച്ചേട്ടാ, എനിക്ക് വേണ്ടി ഇനി ഒരു ബഹളം ഉണ്ടാക്കല്ലേ. എന്ത് വന്നാലും സഹിക്കണം. അച്ഛനെ എതിർത്ത് ഒരു വാക്ക് പോലും ഇനി സച്ചേട്ടൻ പറയരുത്. അച്ഛന്റെ തീരുമാനത്തിനെതിരായിട്ട് നമുക്കൊന്നും വേണ്ട. അച്ഛൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ ഈ നെല്ലിശ്ശേരിയിൽ നടക്കാവൂ. എനിക്ക് വേണ്ടി അച്ഛനും മോനും ശത്രുക്കളാവാൻ പാടില്ല. സച്ചേട്ടൻ മുറിയിലേക്ക് ചെല്ല. ഞാനിപ്പോ വരാം.
വലിയ ആലോചനയുടെ ഒന്നും ആവശ്യമില്ല. നടത്താൻ തീരുമാനിച്ച ചടങ്ങ് നടത്തിയേ പറ്റൂ. അതിൽ നിന്നും പിന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം 3 പേരെ മരിച്ചുള്ളൂ. ഈ ചടങ്ങൂടെ കഴിഞ്ഞാൽ മരണസംഖ്യ വീണ്ടും ചിലപ്പോ ഉയരും. അർച്ചനയുടെ പ്രഗ്നൻസി ആരംഭിച്ചപ്പോ തുടങ്ങിയതാ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ. ഇപ്പം ഫാക്ടറിയിലെ തീപിടുത്തം വരെ എത്തി കാര്യങ്ങൾ. അച്ഛൻ മരുന്ന് കഴിച്ചായിരുന്നു? ഇല്ല. മോളെ, അച്ഛൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. മോൾക്കറിയാലോ, ഇതൊരു കുടുംബമാണ്. ഈ കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലരെയും പല വിധത്തിലാണ് ബാധിക്കുന്നത്. എനിക്ക് മാത്രമായി ചിലപ്പോ ഒരു തീരുമാനമെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇത്രയ്ക്കും വലിയ മുഖവരിയൊന്നും വേണ്ട. അച്ഛൻ കാര്യം പറഞ്ഞാൽ മതി. വളകാപ്പ് ചടങ്ങ് വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞത്, ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നതിനിടയിൽ ഇങ്ങനൊരു ചടങ്ങ് നടത്താൻ എനിക്കും ഒട്ടും ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. അത് സച്ചേട്ടൻ്റെ ആഗ്രഹം. ചടങ്ങ് നടത്തിയില്ലെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും പറയില്ല. പക്ഷേ പേരിനെങ്കിലും അവരും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല അച്ഛൻ. ചടങ്ങ് നടത്തുന്ന കാര്യം അച്ഛനോട് സംസാരിക്കാൻ എൻ്റെ അച്ഛനും അമ്മ ഏർപ്പാടാക്കിയത് സച്ചേട്ടനെയാണ്. മരുമകൻ എന്ന നിലയിൽ സച്ചേട്ടനും ചില കടമകളൊക്കെ അവരോടുണ്ടല്ലോ. ചടങ്ങ് നടത്താത്തതിന് സച്ചേട്ടൻ എന്ത് മറുപടി പറയും?